പുത്തനത്താണി ചുങ്കം മത്തിച്ചിറ റോഡിലാണ് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ച് ദുരിതം സൃഷ്ടിക്കുന്നത്. പലകുറി വാർത്ത നൽകിയിട്ടും ഇന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ ചെളിവെള്ളവും മണ്ണും കുത്തിയൊലിച്ചെത്തുന്നതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. സാധാരണ ചെളിയും മണ്ണുമാണ് ഒഴുകിയെത്തുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യത്യാസമുണ്ടായിരുന്നു. കൂറ്റൻ പാറക്കല്ലുകളും മരക്കുറ്റികളുമാണ് വീട്ടുമുറ്റങ്ങളിൽ വന്നടിഞ്ഞത്. വീടുകളിലേക്കുള്ള വഴിയാകെ കൊട്ടിയടച്ച് കൂറ്റൻ കല്ലുകളും കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു. വീട്ടുമുറ്റങ്ങളിലാകട്ടെ കാലിന്റെ പൂറ്റുവരെ മൂടുന്ന തരത്തിൽ ചെളിയും മണ്ണും വന്ന് നിറഞ്ഞിട്ടുമുണ്ട്. രാത്രി നടന്ന ഉരുൾപൊട്ടലാണിത്. ഉരുൾപൊട്ടലെന്ന് തന്നെ പറയാം. വലിയ കല്ലും മണ്ണും മരങ്ങളും എല്ലാം കൂടെ ചുങ്കത്ത് നമ്മുടെ KNRCന്റെ അനാസ്ഥ കൊണ്ട് വന്നിട്ടുള്ള വലിയൊരു ഉരുൾപൊട്ടൽ, മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടൽ എന്ന് പറയാം. വലിയ രീതിയിൽ കല്ലും മണ്ണും മരങ്ങളും എല്ലാം കൂടി വന്ന് ഇവിടെ ചുങ്കം കരിങ്കപ്പാറ ബാവക്കാക്കാൻ്റെ വീടിൻ്റെ പരിസരമാണിത്. ഈ വീടും ഈ വീടിൻ്റെ പരിസരത്തുള്ള അനേകം വീടുകളുടെ മുറ്റത്തേക്കും പറമ്പിലേക്കും ഒന്നായിട്ട് വലിയ രീതിയിൽ കല്ലും മണ്ണും മരങ്ങളും വന്നടിഞ്ഞു കിടക്കുകയാണ്. വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ മുൻപുണ്ടായിരുന്ന ഡ്രൈനേജ് എല്ലാം കൊട്ടിയടച്ച ചുങ്കം വളവിന്റെ ഭാഗത്ത് മാത്രമായി ഡ്രൈനേജ് തുറന്നതോടെ മുഴുവൻ മഴവെള്ളവും ഇവിടെ വന്ന് പതിക്കുന്നതാണ് ഇത്തരത്തിൽ കല്ലും മണ്ണും കുത്തിയൊലിച്ച് എത്താൻ കാരണമാവുന്നത്. നിരന്തരം വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഇവിടെ കുറുക്കോളി മൊയ്തീൻ MLA സന്ദർശനം നടത്തുകയും പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCL-ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലാതിരുന്നതിനാലാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കല്ലും മരങ്ങളും ഒഴുകിയെത്തിയത്. ഈ ചാനൽ പുത്തനത്താണി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.